ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പി ഉണക്ക ചെമ്മീൻ്റെ തല വെച്ചിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. ഒട്ടുമിക്ക ആൾക്കാർക്കും ഈ ചമ്മന്തി റെസിപ്പി നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്നാലും എനിക്കറിയുന്നൊരു ചമ്മന്തിയുടെ റെസിപ്പി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. ഉണക്കച്ചെമ്മീൻ്റെ തല നന്നായിട്ട് വെള്ളമൊഴിച്ച് കഴുകി അതൊരു പാനിലിട്ട് ഒന്ന് ചൂടാക്കുക, ഒന്ന് റോസ്റ്റ് എടുക്കുക. ഒരു കിരികിരാന്നൊരു ഒച്ച കേൾക്കുമ്പോഴേക്കും ആ ഒരു സമയമായിട്ടുണ്ടാവും പാനിൽ നിന്ന് മാറ്റാനായിട്ട്. ഒരുപാട് കരിഞ്ഞു പോകരുത്. നെക്സ്റ്റ് അതിന് വേണ്ട വറ്റൽ മുളകാണ് ഇട്ടേക്കുന്നത്. ഒരു ചെമ്മീന് വേണ്ടിയുള്ള 4 മീഡിയം ടൈപ്പ് വറ്റൽ മുളക് ചെമ്മീൻ എടുത്തിട്ടുണ്ട്. എരിവനുസരിച്ച് തന്നെ അത് മാറ്റി പാനിൽ നിന്ന് മാറ്റിയ ശേഷം ഒരു ചെറിയ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ചെറിയ പുളി, പിന്നെ ഇഞ്ചി കഷ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉള്ളി. ഞാനൊരു ഉള്ളി ഇടുന്ന അധികം ഇഷ്ടമായതുകൊണ്ട് ഞാൻ അധികം ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യമനുസരിച്ച് ഉള്ളി ഇടാം. ഇനി നമുക്ക് ഇത്ര ഇട്ടേക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഒരു ലൈറ്റ് ഗോൾഡൻ കളറാവുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഞാനിത് ഒരു കയ്യിൽ ഫോണും പിടിച്ചിട്ടാണ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ശരിക്കും ഇളക്കാൻ പറ്റുന്നുണ്ടായില്ല. വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ മാത്രമേ ഉണ്ടായുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നുന്നത് ഇളക്കണമെന്ന് പെർഫെക്റ്റ് അല്ലല്ലോ എന്ന്. അപ്പോൾ ഞങ്ങളോട് ക്ഷമിക്കണം. കാരണം ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു വീഡിയോ എടുക്കുന്നതും ഇങ്ങനെ അപ്ലോഡ് ചെയ്യാനായിട്ടൊക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ പോരായ്മ എന്താണെന്നുള്ളത് പറഞ്ഞു തന്നാൽ ഞങ്ങൾ നെക്സ്റ്റ് ടൈമിൽ അതെല്ലാം മാറ്റി ഇമ്പ്രൂവ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ ആ പുളി അല്ലാതൊന്നും മാറ്റി ശരിക്കും ഒന്നും ഇളക്കാൻ പറ്റുന്നുണ്ടായില്ല. തേങ്ങയും പറയാമല്ലോ, നന്നായിട്ട് ഇളക്കിയില്ലെങ്കിൽ എല്ലാ സൈഡും മിക്സ് ചെയ്ത് ആയി വരില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കളറ് കിട്ടില്ല. അപ്പോൾ ഒരുവിധം ആ ലൈറ്റ് ഗോൾഡൻ കളർ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യണേന്. ഈ ചൂടോട് തന്നെ ഈ പാനിലോട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീനും വറ്റൽ മുളകും പുളി ഇതിലോട്ട് ഇട്ട് ആ പാനിലെ ചൂട് പോണതിന് മുമ്പായിട്ട് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇട്ടണം. നമുക്ക് ആ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടത് പൗഡറിൻ്റെ രീതിയിൽ നമുക്കത് അടിച്ചെടുക്കണം. ആ ചൂടോട് തന്നെ പാനിലിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണേന്. അത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി പാനിലോട്ട് മാറ്റാം. ഫസ്റ്റ് ടൈമാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസ് പ്രത്യേകം പറയുന്നത് ഞങ്ങളുടെ എന്താണുള്ള കുറ്റങ്ങൾ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇനി കൂടുതലായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഇത് നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞു തരണം. അപ്പം ഞാൻ കറക്റ്റ് എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ജാറിലോട്ട് മാറ്റണേണ്. ഈ ജാറിന് ഒരു മീഡിയം ടൈപ്പുള്ള ജാറാണ്. നമുക്ക് മിക്സിയിൽ 3 ജാറുണ്ടാവുമല്ലോ, അതിൽ മീഡിയം ടൈപ്പ് ജാറാണ്. ആ ജാറിലോട്ട് ഇത് ഫുള്ളും ഇടാനുള്ള ഉള്ളൂ. അപ്പോൾ ഇത് മൊത്തത്തിൽ ഈ ജാറിലോട്ട് ഇട്ടിട്ട് നമുക്ക് അടിച്ചെടുക്കാം. ഇത് കുറച്ച് അധികോളം ഉണ്ടാവും. നമുക്ക് ഒരു കണ്ടെയ്നറിലാക്കി ഒരു ബൗളിലാക്കി മാറ്റി വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമനുസരിച്ച് നമുക്കൊരു കറിയില്ലാത്ത സമയത്ത് നമുക്കൊരു ഇതിലോട്ട് വെളിച്ചെണ്ണയും ഉപ്പും ഇട്ട് മിക്സ് ചെയ്ത് കഴിച്ചാൽ വേറെ ഒന്നും വേണ്ട, നല്ല രസമാണ്. അപ്പോൾ ഇത് ബാക്കിയുള്ളതും കൂടി പാനിൽ നിന്ന് മാറ്റി ജാറിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് മിക്സ് ചെയ്ത് കാണിച്ചു തരാം. മിക്സിയിലിട്ടൊന്ന് അടിക്കട്ടെ കേട്ടോ. അടിച്ചിട്ട് ബാക്കി കാണിച്ചു തരാം. ഇതിപ്പോൾ അടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റണ്ടെന്ന് എനിക്കറിയില്ല. ഒരു പൗഡർ ടൈപ്പാണ്. ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഈ ഒരു പരുവമാണ് വേണ്ടത്. നിങ്ങൾക്കറിയാൻ പറ്റും, എന്നാലും കാണിച്ചു തരണേണ്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. വളരെ സിമ്പിളാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാത്തൊരു സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ഇത് ഞാൻ പാനിലോട്ട് ഇടണേണ്. എനിക്ക് ആവശ്യത്തിനുള്ളത് മാത്രം എടുത്തിട്ട് ഇതിലോട്ട് ഞാൻ കണ്ടെയ്നറിലോട്ടും ഒരു ഡബ്ബയിലോട്ടും മാറ്റിയിട്ട് ഇനി ഇതിൽ വേണ്ട ആവശ്യത്തിനുള്ള മാത്രം എടുത്തിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും ഇടണം. വെളിച്ചെണ്ണയും ഉപ്പും കൂടി ഇട്ട് ഞാനിത് മിക്സ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇതിലോട്ട് അത് ഞാൻ ആവശ്യത്തിനുള്ള മാത്രം ഞാൻ എടുക്കണേണ്. ഞാൻ ഒറ്റ കൈ കൊണ്ടായതുകൊണ്ട് എനിക്ക് ഊരിയിട്ടൊന്നും എടുക്കാൻ കിട്ടില്ല. കണ്ട ഞാൻ എടുത്ത് മാറ്റി ഇതിലോട്ട് വെളിച്ചെണ്ണയും ഉപ്പും ഇതാക്കി വെച്ചിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.